ഓലച്ചുവടി നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. എല്ലാ കന്നിരാശിക്കാർക്കും ഓലച്ചുവടിയുടെ സുസ്വാഗതം. ജ്യോതിഷം എന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ ഒന്നും സാർന്നതല്ല. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതം കരുപിടിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ ശാസ്ത്രമാണ്. ജ്യോതിഷം നോക്കുന്നവരെ നിങ്ങൾ ദൈവമായിട്ട് കാണാൻ പാടില്ല. അവരുടെ കാലിൽ വീഴുന്നതോ അവരെ ദൈവമായി കാണുന്നതോ നിങ്ങൾ നിർത്തണം. ജ്യോതിഷത്തിൽ പരിഹാരങ്ങളില്ല, കാര്യങ്ങൾ എടുത്തു കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആയതിനാൽ നിങ്ങൾ പരിഹാരത്തിനായി മറ്റുള്ളവർക്ക് പണം വാരിക്കോരി കൊടുക്കരുത്. നമ്മൾ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് കന്നിരാശിക്കാരുടെ കണ്ടകശനിയെക്കുറിച്ചാണ്. കന്നിരാശിക്കാർക്ക് ഇപ്പോൾ 6ലാണ് ശനി, അത് 7ലോട്ട് മാറാൻ പോവുകയാണ്. കുംഭത്തിലിരിക്കുന്ന ശനി മീനത്തിലോട്ട് മാറാൻ പോവുകയാണ്. തിരുക്കണിത പഞ്ചാംഗത്തിൻപടി 2025 മാർച്ച് 28-ാം തീയതിയും വാക്യ പഞ്ചാംഗത്തിൻപടി 2026 ഫെബ്രുവരി 5-ാം തീയതിയും ശനി കുംഭത്തിൽ നിന്നും മീനത്തിലോട്ട് കാലെടുത്ത് വെക്കുന്നു. ആദ്യം തന്നെ കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം 2, 3, 4 പാദങ്ങളും അത്തത്തിൻ്റെ 4 പാദങ്ങളും ചിത്തിരയുടെ 1, 2 പാദങ്ങളും മാത്രമാണ് കന്നിരാശിയിലുള്ളത്. ഈ കന്നിരാശിയിലുള്ള ചിത്തിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങളും ചിത്തിരയുടെ പകുതി മാത്രമാണ് കന്നിയിലുള്ളത്, പകുതി തുലാത്തിലുമുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ചിത്തിരയുടെ 1, 2 പാദങ്ങൾ മാത്രമാണ് കന്നിരാശി. സൂര്യനെ പോലെ തന്നെ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് സൂര്യൻ്റെ കിരണങ്ങൾ മാത്രമാണ് ഭൂമിയിൽ വന്ന് പതിക്കുന്നത്, ഇല്ലെങ്കിൽ രാത്രികാലങ്ങളിൽ ചന്ദ്രൻ്റെ പ്രകാശം മാത്രമാണ് ഭൂമിയിൽ പതിക്കുന്നത് എന്നാണ്. പ്രപഞ്ചത്തിൽ അനേകം ഗ്രഹങ്ങളുണ്ട്. അതിൽ നമ്മൾ കണക്കിടുന്നത് 9 ഗ്രഹങ്ങളാണ്. ഈ 9 ഗ്രഹങ്ങളുടെയും കിരണങ്ങൾ അത് ഡയറക്റ്റ് ആവും, ഇൻഡയറക്റ്റ് ആവും. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശം തട്ടി പ്രതിഫലിച്ച് അത് വീണ്ടും ഭൂമിയിൽ പതിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗ്രഹങ്ങളുടെയും പ്രതിഫലനവും ഭൂമിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങളാണ് ജ്യോതിഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കന്നിരാശിക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് അവർ ജനിക്കുമ്പോൾ തന്നെ അവരുടെ വീട്ടിൽ കഷ്ടകാലം ആരംഭിക്കുന്നുവെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. വലിയ വലിയ കുടുംബങ്ങൾ, വലിയ ധനധാന്യ സമ്പത്തോടു കൂടിയിരുന്നിട്ടുള്ള കുടുംബങ്ങൾ കന്നിരാശിയിൽ കുട്ടികൾ ജനിച്ചതിന് ശേഷം അവരുടെ സമ്പത്തുകൾ കുറഞ്ഞു വരികയും അത് അവരുടെ കണ്ണുകൊണ്ട് തന്നെ കണ്ടു മനസ്സിലാക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ നമ്മുടെ നാട്ടിൽ പലയിടത്തുമുണ്ട്. ചിത്തിര പിറന്നാൽ അക്കുടി നാശം എന്ന് നമ്മൾ കേരളത്തിൽ എല്ലായിടത്തിലും പറയും. കേരളത്തിൽ മുഖ്യമായിട്ടും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അതിനൊരു ഉദാഹരണവും നമ്മുടെ നാട്ടിൽ പറയും. ചിത്തിര തിരുനാൾ മഹാരാജാവാണ് നമ്മുടെ കേരളത്തിലെ അവസാനത്തെ രാജാവ് എന്ന്. എന്തൊക്കെ പറഞ്ഞാലും ചിത്തിര രാശിക്കാർ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ചെറുപ്പകാലം എന്ന് പറയുന്നത് കുറച്ച് സ്ട്രഗിളുള്ള കാലഘട്ടമാണ്. കുറച്ച് കഷ്ടങ്ങൾ അനുഭവിച്ച് തന്നെ അവർ വളരണമെന്നുള്ളത് സത്യം തന്നെയാണ്. ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൻ്റെ ചുമതല തലയിലെടുത്ത് വെക്കുകയും കുടുംബത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് കന്നിരാശിക്കാർ. പക്ഷേ പിൽക്കാലത്തിൽ കന്നിരാശിക്കാർ വളരെയധികം ധനധാന്യ സമ്പത്തോടും നല്ല പ്രൗഢിയോടും ഒക്കെ വളരുന്ന സാഹചര്യങ്ങൾ കാണാറുണ്ട്. ഒരുപാട് പേര് നല്ല നിലയിൽ തന്നെ ജീവിക്കുന്ന കന്നിരാശിക്കാരുമുണ്ട്. കന്നി രാശിക്കാർ പൊതുവേ ചെറുപ്പകാലങ്ങളിൽ കഷ്ടതയൊക്കെ അനുഭവിച്ചു വരുന്നതുകൊണ്ട് നീതി, ന്യായം, ദാനം, ധർമ്മം എന്നിവയെ കിടപിടിച്ച് ജീവിക്കുന്നവരാണ്. ഈ കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ അവർ ഇത് പരസ്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രസ്താവിക്കുകയും ചെയ്യും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ, സ്വന്തം ദാമ്പത്യ ജീവിതത്തിൽ മാത്രം അവരെ കൊണ്ട്, ഈ കന്നിരാശിക്കാരെ കൊണ്ട് കിടപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരത് ശ്രദ്ധിക്കത്തതേയില്ല. അതിനൊരു മുഖ്യ കാരണമെന്ന് പറയുന്നത് ഈ കന്നിരാശിക്കാരുടെ ആണാണെങ്കിൽ പെണ്ണും പെണ്ണാണെങ്കിൽ ആണും എതിർ ലിംഗക്കാർ അവരോടുള്ള ഒരു ആകർഷണം ഉണ്ട് ആ രാശിക്ക്.
നമ്മൾ തന്നെ നോക്കും, നമ്മുടെ വീട്ടിനടുത്ത് കന്നിരാശിക്കാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ അവർക്ക് ഒന്നും രണ്ടും പ്രേമങ്ങളുണ്ടായിരിക്കും. അതിനെക്കാട്ടിൽ സുന്ദരനും സുമുഖനും അല്ലെങ്കിൽ സുന്ദരിയായിട്ടുള്ളവർക്ക് യാതൊരു വിധത്തിലും ഒരു പ്രേമബന്ധമോ മറ്റോ ഒന്നും തന്നെ ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. ഇത് കന്നിരാശിക്കാരുടെ വരമാണോ ശാപമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കന്നിരാശിക്കാർ ചെറുതായിട്ട് വളരെ കഷ്ടങ്ങൾ ഉള്ള കാലഘട്ടമായിരുന്നാലും ചെറുപ്പത്തിൽ തന്നെ ചെറുതായിട്ട് സ്വരുക്കൂട്ടി വെക്കുന്ന സ്വത്തുക്കളോ പണങ്ങളോ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി വേറെ ആരെങ്കിലും അത് തട്ടിക്കൊണ്ടു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും സുഖവും ഉണ്ടാകുമെന്ന് 100% പറയാൻ പറ്റും. കന്നിരാശിക്കാർ പ്രത്യേകിച്ച് സ്വന്തം ബന്ധങ്ങളോട് അമ്മ അപ്പ സ്വന്തങ്ങൾ സഹോദരങ്ങൾ ഇവരെയൊക്കെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ഈ പറയുന്ന സുഹൃത്തുക്കളെയും ഒക്കെ വളരെയധികം ആദരിക്കുന്നവരാണ്. പക്ഷേ ഈ പറയുന്ന ആരെങ്കിലെയും കയ്യിൽ നിന്ന് അവരുടെ പണമോ സ്വത്തോ അവരുടെ അനുവാദമില്ലാതെ അപഹരിക്കാൻ പാടില്ല. അതുമാത്രമല്ല, മറ്റ് ഈ പറയുന്ന കാറ്റഗറിയിലുള്ള സ്വന്തം ബന്ധങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും നിങ്ങളുടെ അടുത്തു നിന്നും അപഹരിച്ചു കൊണ്ട് പോകാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഈ രണ്ട് കാര്യവും കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ചെറിയ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ക്ഷിപ്രവികാരാധീനനാകുന്ന സ്വഭാവമുണ്ട്. പെട്ടെന്നുള്ള വികാരങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുകയും പിന്നെ ഉള്ള ജീവിതകാലങ്ങളിൽ അതിനുവേണ്ടി അയ്യോ നമ്മൾ ചെയ്തു പോയല്ലോ, ഇനിയെന്ന് നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് കന്നിരാശിക്കാർ കൂടുതലും. കന്നിരാശിക്കാർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെന്ന് പറയുന്നത് വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ്. വയറെന്ന് പറയുമ്പോൾ അടിവയറും മേൽവയറും മൊത്ത വയറും സംബന്ധപ്പെട്ട അസുഖങ്ങൾ വരാം, ഞരമ്പ് സംബന്ധപ്പെട്ട അസുഖങ്ങളുമൊക്കെ വരാം. അപ്പോൾ ഇതിനെ നമ്മൾ സാധൂകരിക്കുന്ന രീതിയിൽ ഇത് വരാതിരിക്കാനുള്ള ആഹാരക്രമങ്ങളും പ്രവൃത്തികളും ഒക്കെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. നമുക്ക് ഇപ്പോഴുള്ള ശനി 6-ാം ഇടത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ നല്ല കാലം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലം. പക്ഷേ ഇനി ശനി മീനത്തിലോട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് പൊതുവാக എല്ലാവരും പറയും കണ്ടകശനി ആരംഭിച്ചു എന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ജ്യോതിഷത്തിനെ കുറിച്ച് വലിയ ജ്ഞാനമില്ലാത്തവരൊക്കെ പറയും കണ്ടകശനി എന്നാൽ കൊണ്ടേ പോകൂ എന്നൊക്കെ. അങ്ങനെ കൊണ്ടുപോകാനാണെങ്കിൽ ലോകത്തുള്ള 12-ൽ 1 ഭാഗം ജനങ്ങളും കന്നിരാശിയാണ്. അപ്പോൾ ഈ 12-ൽ 1 ഭാഗം ജനങ്ങളെ അങ്ങ് കൊണ്ടുപോകും. അങ്ങനല്ല. അപ്പോൾ ഈ കണ്ടകശനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ 5-ാം വീടും 6-ാം വീട്ടിനും അധിപതിയാണ് ശനീശ്വരൻ. ആ ശനിയാണ് നിങ്ങൾക്ക് 7-ാം ഇടത്തിലോട്ട് പോകുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ രാശി എന്ന് പറയുന്നത് ബുധനുടെ രാശിയാണ്. ബുധനും ശനിയും വളരെ സുഹൃത്തുക്കളാണ്, ചങ്ങാതിത്വമുള്ള രാശിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന ചില പാകപ്പിഴകൾ നിങ്ങൾക്ക് തരുമെന്നല്ലാതെ മറ്റു രാശിക്കാർക്ക് കൊടുക്കുന്ന അത്ര പാതകമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യില്ല എന്നുള്ളതും ഇതിലൊരു പ്രസ്താവ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വളരെ വലിയ ആഘാതങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുമാത്രമല്ല, ശനി മീനത്തിൽ ഗുരുവിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ശനി ചെയ്യാറുള്ളൂ എന്നുള്ളത് മുമ്പേ കൂട്ടി പറയുകയാണ്. കന്നിരാശിക്കാർ ഏത് ജോലി ചെയ്താലും, അത് വളരെ ചെറിയ ജോലിയായാലും എയ്റോപ്ലെയിൻ തയ്യാറാക്കുന്ന ജോലിയായാലും, ആ ജോലിയിൽ വളരെ ക്ലിപ്തത നിർവഹിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി അതിസൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ആ ജോലി ചെയ്ത് പൂർത്തീകരിക്കുന്ന ആൾക്കാരാണ് കന്നിരാശിക്കാർ. അതുകൊണ്ട് തന്നെ ഇവരെവിടെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കമ്പനിയുടെ MD-ക്കോ ഇല്ലെങ്കിൽ സൂപ്പർവൈസർക്കോ ഒക്കെ ഇവരെ വലിയ ഇഷ്ടമാകും. കാരണം അത്രയ്ക്കും സസൂക്ഷ്മം ജോലികൾ ചെയ്ത് തീർക്കാറുണ്ട്. കന്നിരാശിക്കാർക്ക് 2-ാം ഇടത്തിൻ്റെ അധിപതി എന്ന് വെച്ചാൽ കന്നി തുലാത്തിന് അധിപതി ശുക്രനാണ്. ശുക്രനായതുകൊണ്ട് നിങ്ങളുടെ ജീവിതം എപ്പോഴും സുഖലോലുപമായിട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും
ചില നേരങ്ങളിലെങ്കിലും സുഖത്തിൻ്റെ പിറകെ നിങ്ങൾ ഓടിക്കിതച്ച് പോവുകയും ചെയ്യും. അതുമാത്രമല്ല, കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുണ്ടാകുകയും സംഗീതത്തോട് അതി താല്പര്യമുണ്ടാകുകയും കന്നിരാശിക്കാർക്ക് ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. കണ്ടകശനി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ പേടിച്ച് വിറച്ച് മൂലയിലൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സാധാരണമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കന്നിരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ചെറുപ്പത്തിലെ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് ഈ കണ്ടകശനി വലിയ കഷ്ടമായിട്ടൊന്നും തോന്നാറില്ല. ഫസ്റ്റ് തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഈ കണ്ടകശനിയിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ എടുത്തു പറയുകയാണ്, പണവരവിന് ഒരു കുറവും ഉണ്ടാകത്തില്ല. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുഖ്യമായിട്ടും ഈ കണ്ടകശനിയിൽ വളരെ പോസിറ്റീവായിട്ട് നടക്കും. ഒന്ന്, പണവരവിന് ഒരു കുറവും ഉണ്ടായിരിക്കത്തില്ല, പണം വന്നിട്ടേയിരിക്കും. രണ്ടാമത്തേത്, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രേമമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അതുമാതിരിയുള്ള ബന്ധങ്ങളോ വളരെ സുഗമമായി തന്നെ പോകാൻ സാധ്യതയുണ്ട്. കന്നിരാശിക്കാർക്ക് 6-ാം ഇടത്തിൽ ഇപ്പോൾ ശനി മുമ്പേ 5, 6 കാലഘട്ടങ്ങളിലെല്ലാം ശനി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ശത്രുക്കൾ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളെടുത്ത് തല തൂക്കാതിരിക്കുന്ന രീതിയിൽ ശനി അവരെ അമർത്തി വച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ശത്രുക്കളില്ലാത്ത വളരെ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ടകശനി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ശത്രുക്കൾ തല തൂക്കാൻ തുടങ്ങും. അപ്പം അതിനനുസരിച്ച് വേണം നിങ്ങളുടെ പ്രവൃത്തികളും വാക്കുകളുമൊക്കെ ശരി ചെയ്ത് മുന്നോട്ട് പോകാൻ. 6-ാം ഇടത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പണം വരുന്ന സാഹചര്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് വളരെ ബൾക്കായിട്ട് പണം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ തന്നെ നിങ്ങൾ ജോലി ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ശമ്പളം വാങ്ങി ചേർക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പണം ഒരുപാട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സൂക്ഷിച്ച് തന്നെ വെച്ചിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അനാവശ്യമായിട്ട് നിങ്ങൾ ചെലവ് ചെയ്യരുത്. സ്നേഹമുള്ള കന്നിരാശിക്കാരെ, നിങ്ങൾക്ക് ഈ കാലഘട്ടം എന്ന് പറയുന്നത്, ഈ കണ്ടകശനി എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിച്ച് വിറച്ചിട്ടിരിക്കുകയാണല്ലോ. അങ്ങനെ പേടിച്ച് വിറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പണം ധാരാളമായി വന്ന് നിങ്ങളെ മയക്കുന്ന കാലഘട്ടമാണ്. ഈ മയക്കുക എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പണം ഒരുപാട് വരുമ്പോൾ സാധാരണ മനുഷ്യരെല്ലാം എന്താണ് സാധാരണമായിട്ട് വിചാരിക്കുന്നത്, ഒന്നുകിൽ നമുക്ക് ഭൂമി വാങ്ങി ശേഖരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ സ്വർണം വാങ്ങി ശേഖരിക്കണം എന്നാണ്. ഈ രണ്ട് പ്രവൃത്തികളും നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തു പറയുന്നത്. അതാണ് മയക്കുന്നെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പണം വരും, ആ പണം നിങ്ങൾ പണമായിട്ട് തന്നെ ശേഖരിച്ച് വെച്ചേക്കാൻ നോക്കണം. കാരണം വരും കാലത്തിൽ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി തന്നെ പോകും. ഭൂമി വാങ്ങാനോ സ്വർണം വാങ്ങാനോ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ എപ്പോഴും അവർ തന്നെ പറയാറുണ്ട്, ഞങ്ങൾ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുന്നു, എനിക്ക് അങ്ങനെയുള്ള കഷ്ടമാണ് ഇങ്ങനെയുള്ള കഷ്ടമാണെന്നൊക്കെ ഒരുപാട് പേര് എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ട്. അത് ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അത്രയ്ക്കില്ല. ഇപ്പോൾ ഒരു വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കന്നിരാശിക്കാരുടെ കഷ്ടത്തിന് എന്താണ് കാരണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം. കാരണം കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് പണമാണല്ലോ. ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം പണമാണ്. ഈ പണം പോകാനുള്ള ഒരു ചെറിയ ഓട്ട ഇവർ തന്നെ ഉണ്ടാക്കി വെക്കും. അത് അവരുടെ ജീവിതത്തിൽ ആ ഓട്ട അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല കാലഘട്ടം ഉണ്ടായി എന്ന് അപ്പം തന്നെ പറയാൻ പറ്റും. എന്താണ് ഈ ഓട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെളിയിൽ പറയാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ബന്ധത്തിന്, കല്യാണം കഴിച്ചവരായാലും കഴിക്കാത്തവരായാലും, അത് പരസ്യമായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾക്കടുത്തോ അല്ലെങ്കിൽ നാട്ടുകാരടുത്തോ പറയാൻ പറ്റാത്ത അതുപോലുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിന് വേണ്ടി വർഷക്കണക്കിന് പണം ചെലവാക്കിക്കൊണ്ടിരിക്കുക, പണം അവർക്ക് കൊടുത്ത് സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ഒരു ചെറിയ ഓട്ട കന്നിരാശിക്കാർ ഉണ്ടാക്കിയിടാറുണ്ട്. കന്നിരാശിക്കാരായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവരും വ്യാപാരം ചെയ്യുന്നവർക്കും ഇതുവരെ ഉള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലാഭം വന്നുകൊണ്ടിരുന്നത് ശരിയാണ്. അതുപോലെ തന്നെ
ഇനിയുമുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് ലാഭം വരും, അതിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷെ നിങ്ങൾ ശനി 6-ൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എത്ര അധ്വാനിച്ചോ അതിനേക്കാൾ കുറച്ചുകൂടി നിങ്ങൾ അധ്വാനിക്കേണ്ടി വരും. അധ്വാനം കൂടും, വരുമാനവും വരും. ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്യുന്ന കന്നിരാശിക്കാർക്ക് ഇപ്പോൾ എന്നാ നമുക്ക് ഒരു ചെറിയ ചെറിയ തടസ്സങ്ങളും കൂടെ ജോലി ചെയ്യുന്നവരടുത്ത് നിന്നും ചെറിയ മാനസിക വിഷമങ്ങളും ഒക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനസിക വിഷമത്തെ നിങ്ങൾ വെളിയിൽ കാണിക്കാനോ ആരോടെങ്കിലും തുറന്നു പറയാനോ പോകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ മനസ്സ് വിഷമിപ്പിക്കുന്നതാണല്ലോ അവരുടെ ലക്ഷ്യം. അപ്പം നിങ്ങൾ വിഷമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മനസ്സിനെ വളരെ രഹസ്യമായി പൂട്ടിവെക്കുക. കന്നിരാശിക്കാർ കലാകാരന്മാർക്ക് അവസരങ്ങൾ വന്ന് തേടി തന്നെ വരും, നിങ്ങളെ അന്വേഷിച്ച് വരും. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ പാഴാക്കരുതെന്ന് പറയുന്നതിൽ നിങ്ങൾ കിട്ടുന്ന അവസരത്തിന് അതിൽ ഉടനെ കാലെടുത്ത് വെക്കണം എന്നുള്ള അർത്ഥമല്ല. നിങ്ങൾക്ക് കിട്ടും, പക്ഷെ നിങ്ങൾക്ക് ഉള്ള 100% സാമർഥ്യത്തെ അവിടെ വെളിപ്പെടുത്തി കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ കൈതട്ട് വാങ്ങണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു അവസരം പോലും നിങ്ങൾ ഒരു സാധാരണമായിട്ട് എടുക്കാൻ പാടില്ല. അത് ചെറുതായാലും വലുതായാലും അത് വളരെ സീരിയസ് ആയിട്ട്, വളരെ ആലോചിച്ച്, വളരെ പ്രയത്നിച്ച് അത് വിജയിപ്പിക്കാൻ ശ്രമിക്കണം. പണവരവിന് ഒരു കുറവുമില്ല. രാഷ്ട്രീയക്കാർ ഈ സമയങ്ങളിൽ നല്ല ശോഭിച്ചിട്ടിരിക്കുന്ന സമയമാണ്. കണ്ടകശനി ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ അനുയായികളുടെ മേൽ നിങ്ങൾക്ക് സംശയം തോന്നും. കാരണം കൂടിയിരിക്കുന്നവർ നമ്മളെ കുഴി പറിക്കുന്നുണ്ടോ എന്ന്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മുന്നേറണം. പണപരമായിട്ട് തൊഴിൽ ചെയ്യുന്നവർ എന്ന് വെച്ചാൽ ഫൈനാൻസ്, ബാങ്ക്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, ദിവസവും പണം കൊടുത്ത് തിരിച്ചു വാങ്ങുന്നവർ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ദിവസവും പണം വന്നിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും ചില സമയങ്ങളിൽ അധികമായിട്ട് പണം വരുമ്പോൾ നിങ്ങൾ ആ പണം എടുത്ത് വിശ്വാസമില്ലാത്തിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയോ വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. കന്നിരാശിക്കാർ, വീട്ടമ്മമാർ, ഇപ്പം കല്യാണം കഴിച്ച് കുറച്ച് വർഷങ്ങളായവരും വളരെ വയസ്സായിട്ടുള്ളവരും എല്ലാവരും വീട്ടിൽ ഇവിടെ ഭയങ്കര ജോലിയാണ്, എനിക്ക് മനസമാധാനമില്ല, എപ്പോൾ നോക്കിയാലും തലവേദന, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് ഭർത്താവിൻ്റെ അടുത്തും മക്കളുടെ അടുത്തുനിന്നും ഒക്കെ വഴക്കിട്ടിട്ട് അമ്മയുടെ വീട്ടിലോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം സ്ത്രീകൾക്കുള്ള ഒരു പൊതു സ്വഭാവമാണല്ലോ, ആവുന്ന ഉടനെ അമ്മ വീട്ടിലോട്ട് ഓടിപ്പോകുന്നത്. പക്ഷെ അമ്മ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മയും നിങ്ങളുമായിട്ട് വഴക്കുണ്ടാകും. പിന്നെ ചിലപ്പോൾ ഇവിടെ തിരിച്ചു വരാൻ സാധ്യതയില്ലാതെ വരും. അതുകൊണ്ട് അങ്ങനൊന്നും ചെയ്യരുത്. വളരെ ശ്രദ്ധയോടെ, നമ്മളുടെ കാലഘട്ടം ചെറുതായിട്ട് മോശമായതുകൊണ്ടാണ് നമുക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നതെന്ന് നിങ്ങൾ മനസ്സിൽ വിശ്വസിക്കുക, അത് ചെയ്ത് മുന്നോട്ട് പോവുക. സ്ത്രീകളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ കാണുന്ന വലിയ വലിയ ആഭരണങ്ങൾ വാങ്ങിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. അതുമാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ള ആഭരണങ്ങൾ നിങ്ങൾ തീർച്ചയായും വളരെ സംരക്ഷണത്തോടു കൂടി അത് സൂക്ഷിക്കണം. അത് മാത്രമല്ല, ഇനിയും അതിൻ്റെ മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെളിയിൽ പോകുമ്പോൾ നിങ്ങൾ കൂടുതൽ ആഭരണങ്ങളിട്ട് പത്രാസ് കാണിക്കാനൊന്നും നിങ്ങൾ പോകാൻ പാടില്ല. അത് നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഫലങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തരും. അപ്പോൾ സാധാരണമായിട്ട് പോവുക, കയ്യിലുള്ള ആഭരണങ്ങൾ നമ്മൾ സൂക്ഷിച്ച് തന്നെ വെക്കുക. കന്നിരാശി ബുധനുടെ രാശി ആയതുകൊണ്ട് ശനി അത്രയ്ക്കൊന്നും നിങ്ങളെ കഷ്ടപ്പെടുത്തത്തില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. നിങ്ങൾക്ക് വളരെയധികം നന്മകളുണ്ട്, എല്ലാ കാര്യത്തിലും മുന്നേറ്റങ്ങളുണ്ട്. എന്നാൽ നിങ്ങളുടെ ചെറിയ ബുദ്ധി ശൂന്യത കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പോരായ്മകൾ വരാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എന്നാലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ, നല്ല ഉയർച്ചയുള്ള കാലഘട്ടം തന്നെയാണ്. പണം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കും. പണം ഉണ്ടെങ്കിലെല്ലാം നമുക്ക് ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പണം കൊണ്ട് സാധിക്കാമെന്നുള്ള ഒരു സമാധാനം എപ്പോഴും ഉണ്ടാവും. പക്ഷേ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ, ഈ 2.5 വർഷക്കാലങ്ങളിൽ, ചില സമയങ്ങളിൽ, ചില അത്യാവശ്യ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട്
പണം നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ, വേറെ ആരുടെ അടുത്തും നിങ്ങളത് കൊടുക്കാതെ നിങ്ങൾ തന്നെ സംരക്ഷിച്ച് വെക്കുക. കുടുംബസ്ഥരായിട്ടുള്ള ആണുങ്ങൾ, അപ്പന്മാർ, അച്ഛന്മാർ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. കുടുംബത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ ഊതി വീർപ്പിച്ച് വലുതായിട്ട് കാണിക്കുകയോ, ഭാര്യയുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിട്ടിരിക്കുകയോ, അവരുമായിട്ട് വഴക്കിടുകയോ, അവരെ വീട്ടിന് വെളിയിൽ അടിച്ച് വെളിയിലാക്കുകയോ ഒക്കെ നിങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഒരു കുടുംബസ്ഥൻ എത്ര സൗമ്യ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കണമോ അതേപോലെ നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ്. ഈ 2.5 വർഷക്കാലവും അങ്ങനെ തന്നെ പ്രവർത്തിക്കണം. കണ്ടകശനി സമയത്ത് നിങ്ങളുടെ കണ്ണിന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള എതിരികൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. എല്ലാവരെയും സംശയത്തോട് കാണരുത്, എന്നാൽ എല്ലാവരെയും സംശയമില്ലാതെയും കാണരുത്. നിങ്ങൾക്ക് സംശയമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നാത്ത വിധം നിങ്ങൾ ഓരോരുത്തരെയും വിശകലനം ചെയ്ത് കൂടെ തന്നെ വെച്ചിരിക്കണം. കൃഷി ചെയ്യുന്നവർ, കന്നിരാശിക്കാർ കൃഷി ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ചിലപ്പം വെള്ളം കൂടുതലായിട്ട് വരികയോ ചിലപ്പം വെള്ളം കിട്ടാതെ വരികയോ അങ്ങനെയുള്ള വെള്ളം കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനോട് നിങ്ങൾ മുമ്പേ കൂട്ടി ഒരു ജാഗരൂകരായിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതുമാത്രമല്ല, കൃഷിയിൽ നിങ്ങൾക്ക് ലാഭമൊക്കെ ഉണ്ടാവും, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ മുൻകൂട്ടിയെ ഒരു തീരുമാനം എടുക്കണം. സപ്പോസ് വെള്ളം കുറച്ചാണ് വരുന്നത്, നമുക്ക് കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടാതെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ വെള്ളം കൂടുതലായിട്ട് നമ്മൾ കൃഷിഭൂമിയിൽ മഴയൊക്കെ പെയ്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? തീരുമാനമെടുത്ത് വെക്കണം. ജലാശയങ്ങൾ, കടൽ, നദി, കായൽ, കുളം എന്നു വേണ്ട ജലം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും സഹകരിക്കുന്നവർ വളരെ ജാഗരൂകരായിട്ട് തന്നെ ഇരിക്കണം. മീൻ പിടിക്കുന്നതിനും മണ്ണ് വാരുന്നതിനും കക്ക തോണ്ടിയെടുക്കുന്നതിനുമൊക്കെ പോകുന്ന അതുപോലുള്ള മുങ്ങി ജോലി ചെയ്യുന്നവർ, വള്ളത്തിൽ തുഴഞ്ഞ് ജോലി ചെയ്യുന്നവർ, ബോട്ടിൽ പോകുന്നവർ, കപ്പലിൽ പോകുന്നവർ, ഇങ്ങനെ ജലാശയം സംബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരെല്ലാം വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസോടെ ഇരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഭൂമി തോണ്ടി ജോലി ചെയ്യുന്നവർ, അതായത് ചുരങ്കം ഉണ്ടാക്കി അതിൽ നിന്ന് കൽക്കരി എടുക്കുന്നതോ സ്വർണം എടുക്കുന്നതോ അങ്ങനെയുള്ള ജോലികൾ, ഒരുപാട് ജോലികളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന കന്നിരാശിക്കാർ കൂടെ ശ്രദ്ധിക്കണം. ഭൂമിയിൽ ഒരു അളവിന് താഴോട്ട് തുരങ്കമുണ്ടാക്കി പോകുമ്പോൾ നിങ്ങളുടെ ഈ 7.5 ശനി സമയത്ത് നിങ്ങൾക്ക് അത് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ച് കന്നിരാശിക്കാർ ഈ വിനോദസഞ്ചാരത്തിനായിട്ടൊക്കെ പോകുമ്പോൾ, ടൂർ പോകുന്ന സമയത്ത് വെള്ളച്ചാട്ടത്തിലോ കടലിലോ അല്ലെങ്കിൽ നദികളിലോ തടാകങ്ങളിലോ ഒക്കെ ഇറങ്ങുന്നതോ അവിടെ നീന്തൽ അടിച്ച് കുളിക്കുന്നതോ ഇതൊക്കെ നിർത്തണം. ഈ കണ്ടകശനി സമയത്ത് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈടുപെടാൻ പാടില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ അതിൽ വളരെ സാഹസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. പക്ഷേ അത് കണ്ടിട്ട് നിങ്ങളും അങ്ങനെ കുതിക്കാനായിട്ട് പോകരുത്. കാരണം അവിടെ അപകടമുണ്ടാകാൻ വളരെ സാധ്യതകൾ കൂടുതലാണ്. ചെറിയ ചെറിയ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ തൊട്ടിയിലോ അല്ലെങ്കിൽ ഈ കിണറിൻ്റെ തൊടിമാരിയൊക്കെ മുമ്പിൽ വെച്ചിട്ട് അവർ വെള്ളം നിറച്ച് വെക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ. പിന്നെ വാട്ടർ ടാങ്കിലോ അല്ലെ നിങ്ങളുടെ വീട്ടിനകത്ത് ബാത്ത് ടബുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എപ്പോഴും അതീവ ശ്രദ്ധയായിട്ടിരിക്കണം. ഈ കന്നിരാശിക്കാർ കുട്ടികളുള്ള വീട്ടിലെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ. കന്നിരാശിക്കാർ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയ ആൾക്കാരൊക്കെ പഠിക്കാനൊക്കെ വിദേശത്ത് പോകണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ മുമ്പേ ഉണ്ടാകും. ചെറിയ ചെറിയ തടസ്സങ്ങൾ അതിനുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നീക്കുന്ന സമയത്തുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യം തീർച്ചയായും ഉണ്ടാകും. കാരണം പോകുന്നതിന് മുമ്പ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചിന്തിച്ച് പോകണോ വേണ്ടയോ ഒന്ന് തീരുമാനിച്ചിട്ട് പോവുക. കന്നിരാശിയിൽ 12 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ള സുറുസുറുപ്പും ആവേശവും ഒക്കെ ഉള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് പഠിപ്പിനേക്കാൾ ഉപരി നിങ്ങൾ പല സാഹസങ്ങളിലും ഈടുപെടാൻ സാധ്യതയുണ്ട്. അത് ഈടുപെടുമ്പോൾ നിങ്ങൾ പഠിപ്പിനെ വിട്ടിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം അത് നിങ്ങളുടെ വരും കാലത്തിലുള്ള ജീവിതത്തെ വളരെയധികം ബാധിക്കും. പിന്നെ നിങ്ങളുടെ മനസ്സിന് വിഷമമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ആ വിഷമത്തിനെ നിങ്ങൾ കൂടുതൽ വലുതാക്കി അതിൻ്റെ പുറകെ പോയിട്ട്
അവിടെയും നിങ്ങൾ പഠിപ്പ് വിടാൻ പാടില്ല. പഠിപ്പ് മുൻനിർത്തി വീട്ടിലുള്ള അമ്മയും അച്ഛനും പറയുന്നത് കേട്ട് നിങ്ങളുടെ ജീവിതം കരുപിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക. കന്നിരാശി പെൺകുട്ടികളോട് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. കന്നിരാശി പെൺകുട്ടികൾ തീർച്ചയായിട്ടും അമ്മയുടെയും അച്ഛൻ്റെയും വാക്കുകൾ കേൾക്കണം. നിങ്ങൾക്ക് ഒരു ചെറിയ പഴമൊഴിയാണ്, അത് പഴയ പഴമൊഴിയാണ്, എന്നാലും ഞാൻ പറയുകയാണ്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു പഴമൊഴി നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് അടിവയറ് സംബന്ധപ്പെട്ട, ജനനേന്ദ്രിയം സംബന്ധപ്പെട്ട, യൂറിൻ സംബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ വളരെ സാഹചര്യം കൂടുതലാണ്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വെളിയിൽ പറയാതെ അത് വെച്ച് അടക്കി വെച്ചിട്ട് നിങ്ങൾ ഇരിക്കാൻ പാടില്ല. അത് ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറിനെ കാണുകയോ, നിങ്ങൾ തന്നെ ഡോക്ടറിനെ കാണുകയോ, ഇല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ സഹോദരങ്ങളോടോ ഇല്ലെങ്കിൽ ബന്ധുക്കളോടോ പറഞ്ഞ് നിങ്ങൾ അടിയന്തരമായി അതിനുള്ള ശുശ്രൂഷ കൈക്കൊള്ളണമെന്നാണ് അപേക്ഷിക്കുന്നത്. ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം എടുത്ത് പറയുകയാണ്, നിങ്ങളെ പണം വന്ന് നിങ്ങളെ മയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമി വാങ്ങാനോ സ്വർണം വാങ്ങാനോ എടുത്തു ചാടി പുറപ്പെടരുത്. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വാങ്ങിക്കുന്ന സ്വർണത്തിന് തരം കുറവോ അല്ലെങ്കിൽ അവിടെ വില അധികமாக കൊടുത്ത് നമ്മൾ പറ്റിക്കപ്പെടാനോ, ഭൂമി വാങ്ങിക്കുമ്പോൾ അതിനുള്ള ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾ എത്ര പരിശോധിച്ചാലും അത് ശരിയായിട്ട് വരാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഈ 2.5 വർഷം നിങ്ങൾ ഭൂമി വാങ്ങാനായിട്ട് പുറപ്പെടാൻ പാടില്ല. ഇരിക്കുന്ന ഭൂമി വിൽക്കാനും നിങ്ങൾ പോകാതിരിക്കുന്നതാണ് വളരെ നല്ലത്. അവിടെ ഭൂമിയുണ്ട്, ഇവിടെ ഭൂമിയുണ്ട്, ആ സ്ഥലം വാങ്ങിച്ചിടാൻ വളരെ ചുളുവിൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. തൽക്കാലം അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നേറുക. ആഭരണങ്ങൾ വിൽക്കുന്നവർ, ആഭരണങ്ങൾ വാങ്ങിക്കുന്ന ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ, പണയം വെച്ച് പൈസ കൊടുക്കുന്നവർ, നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അതുമൂലം നിങ്ങൾക്ക് പണം ഒരുപാട് കിട്ടും. എന്നാലും നിങ്ങൾ ചെയ്യുന്ന ജോലിയിലെ കണക്കും കാര്യങ്ങളും എല്ലാം വളരെ വിശ്വാസമായിട്ട് എപ്പോഴും തറവായിട്ട് ചെക്ക് ചെയ്യണം. അതുമാത്രമല്ല, നിങ്ങൾ പണയത്തിനായിട്ട് എടുക്കുന്ന സ്വർണം ചിലപ്പോൾ നിങ്ങൾ ഉരച്ചൊക്കെ നോക്കിയാലും ചിലപ്പം അതിൻ്റെ തരം മനസ്സിലാക്കാൻ, അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും. ആ സ്ഥലത്തെല്ലാം നിങ്ങൾ വളരെ ടെക്നിക്കലായിട്ട് മുന്നേറണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. നിങ്ങൾക്ക് ചില പാകപ്പിഴകൾ വരാൻ സാധ്യതയുണ്ട്. സ്വർണം വാങ്ങിക്കുന്നിടത്തും സ്വർണം വെച്ച് പണം കൊടുക്കുന്നവർക്കും അങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. പൊതുവായിട്ടുള്ള കോൺട്രാക്ടർമാർ, കന്നിരാശിക്കാർ കോൺട്രാക്ടർമാർ എപ്പോഴും അവർ ചെയ്യുന്ന ജോലികൾ വളരെ ക്ലിപ്തമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പുതുതായിട്ട് കൺസ്ട്രക്ഷൻ, പാലം പണിയുന്നവരുണ്ട്, ചെറിയ പാലം, വലിയ പാലങ്ങളൊക്കെ പണിയുന്നവരുണ്ടാവും, കിണർ കുഴിച്ച് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ചിലപ്പം വളരെ അപകടമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും. ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണക്കിനേക്കാൾ കൂടുതൽ പണം നഷ്ടമാകാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് വളരെ ആലോചിച്ചും കണ്ടും വേണം അങ്ങനെയുള്ള ജോലികൾ എടുക്കാൻ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അപകട സാധ്യതകളും കൂടുതലാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയും നിങ്ങളെയും നിങ്ങൾ സംരക്ഷിച്ച് ജോലി ചെയ്ത് തീർക്കാൻ അതീവ ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പൊതുവാ കന്നിരാശിക്കാർ നിറയെ പേര് അപ്പനും അമ്മയുമായിട്ട് വിട്ടുപിരിഞ്ഞ് നിൽക്കുകയും, ഇല്ലെങ്കിൽ അപ്പനെയും അമ്മയെയും ഈ കണ്ടകശനി സമയത്ത് അപ്പനോടും അമ്മയോടും വളരെ വഴക്കുകളിട്ട് പിരിഞ്ഞിരിക്കാനും ഒക്കെ സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഞാൻ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അവരുടെ ആരോഗ്യത്തിലും അവരുടെ നിത്യ ജീവിതത്തിലും നിങ്ങൾ എന്നും കൺകാണിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും കാലത്തിൽ അത് നിങ്ങളുടെ തല കാക്കും. കണ്ടകശനി എന്ന് പറയുമ്പോൾ കൂട്ട് ബിസിനസ്, പാർട്ട്ണർഷിപ്പ് തൊഴിലുകൾ ഒന്നും തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യത കുറവുള്ള കാലഘട്ടമാണ്. അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ഒരു നിമിഷം, ഒരു മിനിറ്റ് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പോഴേ തന്നെ അതിൽ നിന്ന് വെളിയിൽ വരണം. കാരണം ആ പാർട്ട്ണർഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾ വെളിയിൽ വരുന്നതാണ് വളരെ നല്ലത്. കാരണം സ്വരം നല്ലതായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുന്നത് വളരെ നല്ലതാണ്.
വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് കാര്യം ഏറ്റവും നല്ലതായിട്ട് നടക്കും. ഒന്ന്, പണവരവിനൊരു കുറവുമില്ല. രണ്ടാമത്തത്, പ്രേമബന്ധങ്ങൾ, അങ്ങനെയുള്ള ബന്ധങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ബന്ധങ്ങൾ തകർന്നു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അത് പുതിയതായിട്ട് വീണ്ടും വരും. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ബന്ധങ്ങൾ ശിഥിലമായി പോകുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി മനസ്സ് സങ്കടപ്പെട്ട് കഷ്ടപ്പെട്ട് താടി വളർത്തി മുടി നീട്ടി വളർത്തി പെൺകുട്ടികൾ വളരെ ശോകമായി ഇരുന്നിട്ട് കാലങ്ങൾ തള്ളി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും താഴോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ പ്രയത്നിക്കരുത്. പോയത് പോയി, അടുത്തത് വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മനസ്സിലൊരു ധൈര്യമായിട്ട് ജീവിക്കുക. ഇപ്പോൾ കന്നിരാശിക്കാർ ദൂരദേശത്തിരിക്കുന്നവർ, നിങ്ങൾക്ക് കൈയിരിപ്പൊക്കെ കുറച്ചുണ്ട്, നിങ്ങൾ കുറച്ച് പണമൊക്കെ സമ്പാദിച്ചു, ഇനിയും കൂടുതൽ പണം സമ്പാദിക്കാം, എന്നിട്ട് ഇനിയും നമ്മളൊരു 10 വർഷം ഇരുന്നിട്ട് പോയാൽ മതി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ നാട്ടിൽ വന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു സെറ്റിൽമെൻറ്റ് ചെയ്ത് നിങ്ങൾ ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയും നിങ്ങൾ അവിടെ തന്നെ നിന്ന് നിങ്ങൾ സമ്പാദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയം മുതൽ ഒരു 6 മാസത്തിനകത്ത് നിങ്ങൾ തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിലാകുന്നതാണ് വളരെ ഉത്തമം. നാട്ടിൽ വന്ന ഉടനെ ഭൂമി വാങ്ങണം, വീട് വെക്കണം എന്നൊന്നും നിങ്ങൾ ഒരു കാലത്തും ചിന്തിക്കാൻ പാടില്ല. കണ്ടകശനിയിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും ഏറെക്കുറെ ഒരു 70-75% ശതമാനമുള്ള ആൾക്കാർക്കും കണ്ടകശനി സമയത്താണ് കല്യാണം നടക്കാറുള്ളത്. കാരണം അവരുടെ മുൻ ജന്മത്തിലുള്ള പാപവും പുണ്യവും അളക്കുന്ന കാലഘട്ടമാണ് ഇത്. കഴിവതും കണ്ടകശനി സമയത്ത് വിവാഹം കഴിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കന്നിരാശിക്കാർ ഇപ്പം പുതുതായിട്ട് വിദേശത്ത് പോകണമെന്നോ അവിടെ ജോലി ചെയ്ത് സമ്പാദിക്കാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിദേശത്തോട്ട് പുറപ്പെടാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വിദേശത്ത് നിൽക്കുന്നവർ തിരിച്ച് നാട്ടിലോട്ട് വരണമെന്നുമാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. വീണ്ടും പറയുകയാണ്, കന്നിരാശിക്കാർക്ക് മറ്റു രാശിക്കാർക്ക് ശനി കൊടുക്കുന്നതിനൊക്കെയുള്ള കഷ്ടങ്ങൾ കണ്ടകശനി സമയത്ത് തരില്ല, വളരെ കുറച്ചേ തരത്തുള്ളൂ. എന്നാലും ഞാൻ അതിൽ നിങ്ങളുടെ അടുത്ത് എടുത്തു പറയേണ്ട കുറേ പോയിന്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി മറക്കാതെ നിങ്ങളുടെ ബ്രെയിനിൽ തന്നെ വെക്കുക, അതിനനുസരിച്ച് മുന്നേറുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നിശ്ചയം. പണവും മറ്റു കാര്യങ്ങളും സുഖവും സമ്പത്തും ഒക്കെ ഇരിക്കുന്നത് നിങ്ങൾ കെട്ടി സംരക്ഷിക്കുക. വീണ്ടും വരുന്ന പണത്തെയും അതിനോട് ചേർത്ത് സംരക്ഷിക്കുക. ഉടനെ തന്നെ ഭൂമിയോ ആഭരണങ്ങളോ വാങ്ങാൻ പുറപ്പെടാതിരിക്കുക. അപ്പം ഇതിൽ കന്നിരാശിക്കാർ പൊതുവേ ഇപ്പം ഇതുവരെയൊക്കെ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു വാസനയൊക്കെ ഉണ്ടാകും, നല്ല നറുമണം ഉണ്ടാകും. നിങ്ങളെപ്പോഴും സ്പ്രേ ഒക്കെ അടിച്ച് കുട്ടപ്പികളായിട്ട് നടക്കുന്ന ഒരു സമയമാണ്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് ചിലപ്പം നിങ്ങൾക്ക് നടക്കാതെ പോകും. വീട്ടിൽ സ്പ്രേ ഇരുന്നാലും ചിലപ്പോൾ അടിക്കാൻ പറ്റാതെ പോകും, മാനസിക സമ്മർദ്ദങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അയ്യോ എൻ്റെ ജീവിതം പോയി എന്നൊന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊന്നും നടക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ സമയത്തിൻ്റെ ഒരു വ്യത്യാസമാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും പഴയപടി വരും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ കണ്ടകശനിയുള്ള 3 വർഷം നിങ്ങളുടെ ഗുരുവിൻ്റെ സ്ഥാനമാറ്റങ്ങൾ, ഗുരു ഇരിക്കുന്ന സ്ഥലവും സ്ഥാനമാറ്റങ്ങളും ഒക്കെ നിങ്ങൾക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കണ്ടകശനി സമയത്ത് വളരെയധികം മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കില്ലെന്ന് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ജീവിതത്തിലുള്ള ഓട്ട അടച്ച് വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞിട്ടുള്ളതിൽ ഇതിൽ പല കാര്യങ്ങളും വിട്ടുപോയിട്ടിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇതിൽ ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീണ്ടും പറയുന്ന കാര്യങ്ങൾ നിങ്ങളത് മനസ്സിൽ നിന്ന് വിടാതെ അത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ വീണ്ടും അത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. വളരെ നല്ല കാലഘട്ടം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും വളരെ മോശമായിട്ടുള്ള കാലഘട്ടം അല്ല എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് കന്നിരാശിക്ക്. നിങ്ങളുടെ ജീവിത വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. എന്നും എപ്പോഴും എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി.